അങ്ങനെ നൂറ എവിക്റ്റായി 6th പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ഗാർഡൻ ഏരിയയിൽ ഓരോ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ എല്ലാവരുടെയും പിക്ക് പസിൽ പോലെ ആക്കിയിട്ട് അത് അറേഞ്ച് ചെയ്യാനായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. ഫോട്ടോ കംപ്ലീറ്റ് ആവാത്തവരെ എവിക്റ്റ് ആവും, അങ്ങനെയായിരുന്നു ടാസ്ക്. നല്ലൊരു ടാസ്ക് ആയിരുന്നു, കുറച്ചുകൂടെ ബോംബിനെക്കാളും കുറച്ചുകൂടെ നല്ലൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി. അക്ബറും നൂറയും ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അക്ബറിന്റെ കംപ്ലീറ്റ് ആയി, പക്ഷെ നൂറയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു പീസ് സെയിം ആയിരുന്നു നൂറയ്ക്ക് കിട്ടിയിരുന്നത്, സോ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നെവിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അക്ബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ അനു തന്നെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനു വന്നിട്ട് ഷാനവാസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷാനവാസിന് ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ നൂറയും വന്ന് ഹെൽപ്പ് ചെയ്ത് ഷാനവാസിനും കംപ്ലീറ്റ് ആയി. അപ്പോൾ നൂറയ്ക്കായിരുന്നു ഒരു പീസ് ഒരേപോലെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, സോ നൂറയായിരുന്നു എവിക്റ്റ് ആയിരുന്നത്. നൂറയ്ക്ക് പുറത്തേക്ക് വരാമെന്ന് ബിഗ് ബോസ് പറയുമ്പോൾ എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അനു പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നൂറ ഒന്ന് മടിച്ചു വന്നിട്ട് പിന്നെ ഹഗ്ഗി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് കപ്പടിച്ചിട്ട് വരണം എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. ഇന്നലത്തെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലെങ്കിൽ നൂറ ഫസ്റ്റ് 5 പൊസിഷനിൽ ഒരാളായിട്ട് നിൽക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?